ഹായ് ഗൈസ്. എൻ്റെ പേര് സ്റ്റെഫി. ഞാനിവിടെ പുതുമുഖാണ്. ഞാനിവിടെ അർമേനിയയിലാണ് സ്റ്റില്ല്, ഞാനും എൻ്റെ ഹസ്ബൻഡും. ചുമ്മാ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒരു തോട്ട് തോന്നി, ചുമ്മാ ഒരു ഷോർട്ട് വീഡിയോ പോലെ യൂട്യൂബ് ചാനലൊന്ന് തുടങ്ങാമെന്ന്. വലിയ ഐഡിയകളൊന്നുമില്ല. നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവിടുത്തെ സ്ഥലങ്ങൾ, ഇവിടുത്തെ രീതികൾ, ഇവിടുത്തെ ഫുഡ്, അതെല്ലാം കൂടി എനിക്ക് നിങ്ങളെയും കാണിക്കണം തോന്നി. അപ്പം ചുമ്മാ ഒരു തുടക്കം പോലെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ആദ്യമായിട്ട് ഞാൻ പോകുന്നത് ഇവിടുത്തെ മാർക്കറ്റിലാണ്. വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. മാർക്കറ്റിൽ പോകണം. പിന്നെ എനിക്കിവിടെ ഒരു പെറ്റുണ്ട്, ഓറിയോ. അവനെ ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം. അപ്പം ഇന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്കൊന്ന് മാർക്കറ്റിലൊക്കെ പോയി അവനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. ഓക്കെ. ഹൈ, അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഇതാണ് എൻ്റെ ഓറിയോ. ഓറിയോ റെഡിയാണ്. അപ്പം നമുക്ക് പോയിട്ട് വരാം. ബാ. അപ്പം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി മാർക്കറ്റിലോട്ട് പോവാണ്. ഇന്നത്തെ ക്ലൈമറ്റ് ഓക്കെയാണ്, വെയിലുണ്ട്. അധികം തണുപ്പുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ വലിയ കുഴപ്പമില്ല. പിന്നെ റോഡൊക്കെ ആണെങ്കിലും ഓക്കെയാണ്. നമ്മളങ്ങനെ മാർക്കറ്റിനവിടെ വന്നു. ഇനി ഇത് റോഡ് ക്രോസ് ചെയ്ത് വേണം. നമ്മൾ അപ്പുറത്ത് കാണുന്നതാണ് ആ വലിയ ബിൽഡിങ്, അതാണ് മാർക്കറ്റ്. ഇവിടെ വെജിറ്റബിൾ മാർക്കറ്റും ഉണ്ട്, അല്ലാണ്ട് നമ്മുടെ തുണി ഐറ്റംസ്, ഷൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന മാർക്കറ്റ് ഉണ്ട്. അത് അപ്പുറയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വെജിറ്റബിൾ മാർക്കറ്റിലാണ്. ഇവിടെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മളിപ്പോൾ അധികം സാധനങ്ങളൊന്നും നമുക്ക് മേടിക്കാനില്ല. അപ്പം വന്നപ്പോൾ തന്നെ ഉരുളക്കിഴങ്ങ് മേടിച്ച്, അധികമൊന്നുമില്ല, ഒരു കിലോ ഒക്കെ വെച്ച് അത് മേടിച്ച് അപ്പച്ചനത് പാക്ക് ചെയ്തു. 200 grams ആണ് പൈസയൊക്കെ കൊടുത്ത് മേടിച്ച്. അടുത്ത ക്യാരറ്റ് മേടിച്ച്. ക്യാരറ്റ് ചുമ്മാ പുള്ളി മര്യാദയ്ക്ക് അത് പറക്കിയിടും. പിന്നെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് ഞാനും കൂടി 2 അങ്ങോട്ട് പറക്കിയിട്ടു. മലയാളികൾ അങ്ങനെയാണല്ലോ, എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കേട്ട് വരില്ലെങ്കിൽ സമാധാനം ഇല്ലല്ലോ. ഞാൻ കാണിക്കുന്നത് കണ്ട് അടുത്തയാൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. സവാളയ്ക്ക് സൗന്ദര്യമുണ്ടോ, സവാള മുഴുത്താണെന്നൊക്കെ നോക്കിയിട്ട് അത് അവിടെ തന്നെ തിരിച്ചു വെച്ച്. ചെറിയൊരു മനസ്സുഖം. പിന്നെ മുളക് മേടിച്ച്. ഇതിന് കുറച്ചും കൂടി എരിവുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇത്രയും നാൾ മേടിച്ചുകൊണ്ടിരുന്നത് അത്ര സ്പൈസി അല്ലായിരുന്നു. നമ്മുടെ ഈ മുളക് ബജിക്കൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ, ആ മുളകാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത്ര സ്പൈസി അല്ല. അപ്പം നമുക്ക് കുറച്ചും കൂടി എരിവും കാര്യങ്ങളൊക്കെ വേണ്ടതുകൊണ്ട് നമ്മളത് മേടിച്ച്. അടുത്ത് നമ്മൾ ബീട്രൂട്ട് മേടിച്ചു. വീട്ടിലിപ്പം എനിക്ക് തോന്നുന്നത് ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ക്യാരറ്റും, ഈ 3 വെജിറ്റബിളാണ് നമ്മൾ വന്നപ്പോൾ തൊട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തേങ്ങ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തോരനൊന്നും വെക്കില്ല. പിന്നെ തക്കാളി മേടിച്ചു. ആ തക്കാളിയുടെ ഷേപ്പ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, അങ്ങനെ അത് മേടിച്ചതാണ്. അല്ലാത്ത നോർമൽ തക്കാളി കിടപ്പുണ്ട്. പിന്നെ ഒരു കൗതുകത്തിന് അതങ്ങോട്ട് മേടിച്ച്. ഇതെന്ത് സാധനമാണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തോ വെജിറ്റബിളിൻ്റെ എന്തോ ഇലയാണ്. അതിങ്ങനെ നല്ല രസമുണ്ട്. നമ്മുടെ മുടിയൊക്കെ പിന്നി കിട്ടുന്ന പോലെ കെട്ടി വെച്ചിരിക്കുന്നത്. കിട്ടിയ സാധനം കൊണ്ടൊക്കെ ഞാൻ പോയി. ഇതാണ് ഞാൻ പറഞ്ഞ നട്ട്സ് കാര്യങ്ങളൊക്കെ, ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ പിന്നെ ഫ്രൂട്ട്സ്, ഓറഞ്ച്, അനാറ്, എല്ലാ സാധനവും ഉണ്ട്. നമ്മൾ ഓറഞ്ച് മാത്രമേ മേടിച്ചുള്ളൂ. വിവിധ തരത്തിലുള്ള ഓറഞ്ചുകളും കിവി അതൊക്കെ ഉണ്ട്. പിന്നെ സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറി ഒന്നും മേടിച്ചില്ല, മേടിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ വേണ്ടെന്ന് വെച്ച്. അടുത്ത പ്രാവശ്യം മേടിക്കാമല്ലോ. അപ്പം ഇതാണ് മലാട്ടിയ വെജിറ്റബിൾ മാർക്കറ്റ്. ഇവിടെ തന്നെ നമ്മുടെ ഇന്ത്യൻ പൊടി ഐറ്റംസ് ഒക്കെ കിട്ടും. അതൊന്നും നമ്മളിന്ന് മേടിച്ചില്ല, ഓൺലി വെജിറ്റബിൾ മാത്രം. അങ്ങനെ കിട്ടിയ സാധനം കൊണ്ട് സിബിൻസിലേക്ക് പോയി. ഇവിടെ ഫ്രഷ് വെജിറ്റബിൾ ആണ് കൂടുതൽ കേട്ടോ. അങ്ങനെ ഇരുന്ന് പഴകി ചീഞ്ഞ് അങ്ങനെ നമുക്ക് ഫ്രഷ് വെജിറ്റബിൾ മേടിക്കാൻ വേണ്ടി മലാട്ടിയ മാർക്കറ്റ് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. റേറ്റും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാൾ റേറ്റും കുറവാണ്. ഇത് അത്യാവശ്യം വലിയൊരു മാർക്കറ്റ് തന്നെയാണ്. അപ്പം കിട്ടിയ സാധനമൊക്കെ വണ്ടി ഡിക്കിക്കകത്ത് വെച്ചു. അപ്പം നമ്മളിനി അടുത്തത് പോകുന്നത് ഓറിയോയുടെ കുറച്ച് സാധനം മേടിക്കാനാണ്. ഓറിയോനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഓറിയോയ്ക്ക് ഡോക്ടർ ഇന്നില്ല. അപ്പോൾ ഓരോയുടെ പെറ്റ് ഷോപ്പിലോട്ടാണ് പോകണം. ഓരോയ്ക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇതാണ് ഓരോയുടെ പെറ്റ് ഷോപ്പ്. അപ്പം നമ്മൾ ഓരോയ്ക്ക് ഒരു ബെൽറ്റും ഒരു കളിപ്പാട്ടവും പിന്നെ ഒരു ഡ്രൈ ഫുഡോ അങ്ങനെ എന്തെങ്കിലും കൂടി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം കയറിയത്. കൊള്ളാം. നമ്മൾ ഇവിടെ നിന്നല്ല മേടിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വേറൊരു പെറ്റ് ഷോപ്പിൽ നിന്ന്. ഇപ്പോൾ മാർക്കറ്റിൽ വന്നപ്പം ഇതിൻ്റെ അടുത്ത് ഈ ഒരു പെറ്റ് ഷോപ്പ് കണ്ടപ്പോൾ അങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട്, ഫുഡ് ഐറ്റംസ് ആണെങ്കിലും. ഇതാണ് ഓരോയുടെ ബെൽറ്റ്, ഓരോയുടെ നടത്താനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാണ്. പിന്നെ ഈ ഒരു കളിപ്പാട്ടം മേടിച്ച്.
അങ്ങനെ പിന്നെ അവനൊരു ഫുഡ് മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി. ബായ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ.